ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 65. ഈശോയും യൂദാസ് കറിയോത്തായും തീക്ഷ്ണമതിയായ സൈമണെയും ജോണിനെയും കണ്ടുമുട്ടുന്നു. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള മതിലിലെ ഒരു കവാടത്തിനടുത്ത് ഈശോ യൂദാസിനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈശോ പറയുന്നു, നീ നഗരത്തെപ്പറ്റിയും നഗരവാസികളെപ്പറ്റിയും ഏറെ വിവരങ്ങൾ തരുന്നുണ്ട്. പക്ഷേ നീ നിന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല. നിന്റെ ചിന്താഭാരം ഇറക്കി വയ്ക്കുന്നില്ല. നിന്റെ അപ്പന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നുവോ? എന്നെപ്പറ്റി വലിയ മതിപ്പായിരുന്നു. ഞാൻ ചെയ്യുന്നതിനെല്ലാം അപ്പൻ താല്പര്യം കാണിച്ചു. ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ അപ്പൻ സന്തോഷിക്കും. അബദ്ധം കാണിക്കുമ്പോൾ എന്നെ ശാസിച്ചാൽ ഞാൻ ശാസന അർഹിക്കുന്നതാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അപ്പൻ പെരുമാറിയിരുന്നത്. ഈശോ പറഞ്ഞു, നീ പറഞ്ഞ രീതിയിൽ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ പിതാവ് ഒരു നീതിമാനായിരുന്നിരിക്കണം. പിതാവിൻ്റെ മരണത്തിൽ നീ ഇപ്പോഴും ദുഃഖിക്കുകയാണ്. നീ സ്വയം പറയണം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ പിതാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരനെ പോലുള്ള അപ്പനെ ഞാൻ ഈശോയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈശോയിൽ നിന്ന്, മരിച്ചുപോയ അപ്പനിൽ നിന്നെന്ന പോലെ അനുഗ്രഹവും ഉപദേശവും കാരുണ്യപൂർവ്വം കുറ്റപ്പെടുത്തലുകളും ഞാൻ സ്വീകരിക്കും. ദൈവം നിനക്ക് ഈ അനുഗ്രഹം നൽകട്ടെ. ഈശോയെ, അങ്ങ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയും അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെയും നല്ലവനാകാൻ ഞാൻ ശ്രമിക്കും. അമ്മയ്ക്ക് എന്നെ ഓർത്ത് വേദനിക്കേണ്ടി വരില്ല. എനിക്ക് വഴികാട്ടിയായി അങ്ങുണ്ട് എന്ന് അവൾ അറിയുമ്പോൾ. വേറൊരു മനുഷ്യനും സാധിക്കാത്തത്ര ഞാൻ നിന്നെ സ്നേഹിക്കും. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഇല്ല ഗുരോ, ഇല്ല. എൻ്റെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു. അസൂയ, കേമനാകാനുള്ള മോഹം, സുഖലോലുപത, ഇതെല്ലാം എൻ്റെ മനസാക്ഷിയുടെ സ്വരവുമായി ഏറ്റുമുട്ടി. ജോണും സൈമണും എത്തി. ഈശോയെ നമസ്കരിക്കുന്നു. സൈമൺ, നീ ക്ഷീണിച്ചോ? ഇല്ല, എൻ്റെ വ്യാധി മാറിയപ്പോൾ ഇതിനു മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഉന്മേഷം. നീ നിൻ്റെ ഉന്മേഷം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് നീ മിശിഹായെപ്പറ്റി അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സൈമണ് സന്തോഷമായി. കഴിഞ്ഞ രാത്രി ഞാൻ അങ്ങയെപ്പറ്റി ഒരാളോട് സംസാരിച്ചു, ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എനിക്ക് അങ്ങയെ അയാളുടെ അടുത്ത് വിളിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. യൂദാസും സംഭാഷണത്തിൽ പങ്കുചേർന്നു. ഗുരു, യൂദായിൽ അങ്ങ് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വരും. എൻ്റെ വരവിനെപ്പറ്റി സൈമൺ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സമയം വളരെ കുറവാണ്. പ്രബോധനം ലഭിക്കേണ്ട ആളുകൾ ഏറെ. ഇപ്പോൾ ഞാൻ സൈമണിൻ്റെ കൂടെ പോകുന്നു. ഇന്ന് വൈകുന്നേരം നിങ്ങൾ രണ്ടാളും ഒലിവ് മലയിലേക്കുള്ള റോഡിൽ എന്നെ വന്ന് കാണണം. ഈശോയും സൈമണും തനിയെ ആയപ്പോൾ ഈശോ ബഥനിയിലെ ആ മനുഷ്യനെപ്പറ്റി കൂടുതൽ ചോദിച്ചു. അയാൾ നല്ലവനാണ്. മിശിഹായുടെ വരവിന് വേണ്ടി ദാഹിക്കുന്ന ഒരാളാണ്. മിശിഹ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പെട്ടെന്നുള്ള പ്രതികരണം, ഞാൻ ഭാഗ്യവാനാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നാണ്. ഒരു ദിവസം നമുക്ക് അയാളെ ചെന്ന് കാണണം. അയാളുടെ വീടിനെ നമുക്ക് ആശീർവദിക്കാം. പുതിയ ശിഷ്യനെ നീ കണ്ടല്ലോ? കണ്ടു. ചെറുപ്പമാണ്, ബുദ്ധിയുള്ളവനാണ് എന്ന് തോന്നുന്നു. ബുദ്ധിമാനാണ്. നീ യൂദയാക്കാരനായതുകൊണ്ട് അയാളോട് കൂടുതൽ സഹാനുഭൂതി കാട്ടണം. അയാളുടെ ചില അഭിപ്രായങ്ങൾ നിങ്ങളെ ചൊടിപ്പിക്കുന്നതായിരിക്കും. അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാൽ സർവ്വസംഗതികളിലും അയാളോട് ക്ഷമാപൂർവം ഞാൻ പെരുമാറും.